അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാൻ മാസത്തിലെ പുണ്യ നിമിഷങ്ങളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നോമ്പ് നോറ്റും ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മം ചെയ്തുമൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം ഒരു പ്രചോദനമാകാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അറബികൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ചർച്ച ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയാണ് നമ്മുടെ ചർച്ചാ വിഷയം. സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് മുഹമ്മദ് എന്ന പേരുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ കുടുംബ ചരിത്രത്തെക്കുറിച്ചല്ല, മറിച്ച് ചരിത്രത്തെ മാറ്റിമറിച്ച, ലോകത്തിന് തന്നെ വിജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകിയ ഒരു മഹാപ്രവാചകൻ്റെ കുടുംബ വേരുകളെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അള്ളാഹുവിനു വേണ്ടി എല്ലാം ത്യജിച്ച ഏകദൈവ ആരാധനയുടെ പിതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ മഹാവ്യക്തിത്വത്തിൻ്റെ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി മക്കയുടെ മണൽപ്പരിപ്പിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഈ പുത്രനിലൂടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശത്തിൻ്റെ ഒഴുക്കു തുടങ്ങുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ശേഷം അദ്നാൻ, പിന്നീട് മഅദ്, നിസാർ, മുളർ, ഇല്യാസ്, മുദിരിക്ക, ഹുസൈമ, കിനാന, നളുർ, മാലിക്, ഫിഹർ, ഗാലിബ്, ലുഅയ്, കഅബ്, മുറത്ത്, ഖിലാബ്, ഖുസയ്, അബ്ദുമനാഫ്, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, അവസാനം മനുഷ്യകുലത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇത് വെറും ചില പേരുകളുടെ ശൃംഖലയല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ച, കൃത്യമായി രേഖീകരിക്കപ്പെട്ട ഒരു പരമ്പരയാണ്. ഓരോ തലമുറയിലും അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത ആളുകളാണ് ഇവിടെ എടുത്തു പറഞ്ഞ ഈ പേരുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാരിൽ ഒരാളായ ഹാഷിം മക്കയിലെ അതിഥി സൽക്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു. അബ്ദുൽ മുത്തലിബ് കഅബയുടെ സംരക്ഷണത്തിൽ ഉറച്ചുനിന്ന ധീരനായ വ്യക്തിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള എന്ന് പറയുന്നത് ഈ വംശപരമ്പരയിൽ എണ്ണിപ്പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. പ്രവാചകൻ്റെ പരമ്പര വഴിതെറ്റിപ്പോയ വിഗ്രഹാരാധകരായ ആളുകളുടെ പരമ്പരയായിരുന്നു എങ്കിലും അള്ളാഹു അതിനെ ഒരു പ്രത്യേക സംരക്ഷണത്തിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃവംശവും അറിയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ആമിന ബിൻത്ത് വഹബ്, ബനു സഹറയിൽപ്പെട്ട മഹദിയായിരുന്നു അവർ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവംശത്തിൻ്റെ പരമ്പരയും മാതൃവംശത്തിൻ്റെ പരമ്പരയും ഖിലാബിൽ ചെന്ന് ചേരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ്റെ ചരിത്രം പറയുമ്പോൾ, അവിടുത്തെ കുടുംബ പരമ്പരയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുറൈശികളിൽ ഖുസയ്യിനുണ്ടായിരുന്ന വലിയ ഒരു സ്ഥാനം. ഖുസയ്യ് മരിച്ചപ്പോൾ ആ സ്ഥാനം പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളായ അബ്ദുമനാഫ്, അബ്ദുദ്ദാർ, അബ്ദുൽ ഹുസൈ, അബ്ദുൽ കഅബ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് പിന്നീട് ലഭിച്ചു. അതിൽ ഖുറൈശികളിൽ ഏറ്റവും വലിയ സ്ഥാനം അന്ന് അബ്ദുമനാഫിനായിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും ഒരുക്കുന്ന അതിമഹനീയമായ സ്ഥാനം അന്ന് അബ്ദുമനാഫിനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അബ്ദുമനാഫ് മരിച്ചപ്പോൾ പിന്നീട് ഈ സ്ഥാനം ഹാഷിമിന് ലഭിച്ചു. ഹാഷിമിന് ആ സ്ഥാനം ലഭിച്ചപ്പോൾ ആ പദവി ഒന്നുകൂടി മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. തണുപ്പുകാലത്തും ചൂടുകാലത്തും അവിടേക്ക് വരുന്ന യാത്രാ സംഘങ്ങളെ പരിചരിക്കുകയും ഹാജിമാർക്കും സന്ദർശകർക്കുമൊക്കെ മധുരമുള്ള ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി കൊടുത്തിരുന്നത് അദ്ദേഹമായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് ഹാഷിം എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അംർ എന്നായിരുന്നു. ഈ ഹാഷിമിന് മദീനയിൽ ഷൈബ എന്ന പേരിൽ ഒരു മകനുണ്ടായിരുന്നു. ഹാഷിമിൻ്റെ മരണശേഷം ഹാഷിമിൻ്റെ സഹോദരനായ മുത്തലിബ് ഷൈബയെ മദീനയിലുള്ള ഹാഷിമിൻ്റെ മരണശേഷം
ഹാഷിമിൻ്റെ സഹോദരനായ മുത്തലിബ് മദീനയിലുള്ള ഷൈബയെക്കുറിച്ച് കേട്ടറിയുകയും ആ കുട്ടിയെ തേടി മുത്തലിബ് മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. തൻ്റെ പിതാവിൻ്റെ അതേ സാദൃശ്യം ഷൈബയിൽ കണ്ടപ്പോൾ തന്നിലേക്ക് ആ കുട്ടിയെ അണച്ചുപിടിക്കുകയും ചുംബിക്കുകയും കരയുകയും ചെയ്തുകൊണ്ട് യമനിൽ നിന്നുള്ള ഒരു വസ്ത്രം ആ കുട്ടിയെ ധരിപ്പിക്കുകയും എന്നിട്ട് മക്കയിലേക്ക് തൻ്റെ വാഹനത്തിൻ്റെ പിന്നിലിരുത്തി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ആ കുട്ടിയുടെ ഉമ്മയുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഷൈബ പല രൂപത്തിലുള്ള ശ്രമങ്ങളിലൂടെ ആ ഉമ്മയെ സമ്മതിപ്പിക്കുകയും ഒടുക്കം ഷൈബയോടൊത്ത് മുത്തലിബ് മക്കയിലേക്ക് പ്രവേശിച്ചു. ഇത് കണ്ട മക്കയിലെ നാട്ടുകാരായ ആളുകളൊക്കെ പറഞ്ഞു, മുത്തലിബ് ഇതാ ഒരു അടിമയെ വാങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ ഷൈബ മുത്തലിബിൻ്റെ അടിമയാണ് എന്ന അർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ പിന്നീട് അദ്ദേഹത്തെ വിളിക്കപ്പെടാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഷൈബ ഒരു അടിമയല്ല, മറിച്ച് തൻ്റെ സഹോദരനായ ഹാഷിമിൻ്റെ പുത്രനാണ്. മദീനയിൽ നിന്നും താൻ കൊണ്ടുവന്നതാണ് ഈ ഷൈബയെ എന്നെല്ലാം മുത്തലിബ് ഖുറൈശികളെ അറിയിച്ചുവെങ്കിലും ഷൈബ അബ്ദുൽ മുത്തലിബ് എന്ന പേരിലാണ് പിന്നീട് മക്കയിൽ അറിയപ്പെടുന്നത്. ഒരു ദിവസം മുത്തലിബ് യമനിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടു. ആ യാത്രയിൽ യമനിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം മുത്തലിബ് വഹിച്ചിരുന്ന പല സ്ഥാനങ്ങളും പദവികളും ഷൈബ എന്ന അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കുകയും മക്കയിലെ തൻ്റെ പൂർവ്വപിതാക്കളുടെ നടപടി അനുസരിച്ച് അദ്ദേഹം ആ പദവികളും ആചാരങ്ങളുമെല്ലാം നിലനിർത്തുകയും ചെയ്തു. തടിച്ച ഉയരമുള്ള ഒരു വെളുത്ത ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. സ്ഫുടതയുള്ള നാവിൻ്റെയും ഉത്തമ സ്വഭാവത്തിൻ്റെയും ഉടമയായിരുന്നു അദ്ദേഹം. തൻ്റെ പൂർവ്വപിതാക്കൾക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത ഉന്നതമായ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. ആ നിലക്ക് തന്നെ മക്കയിലെ തൻ്റെ സമൂഹം അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കുകയും അതിൻ്റെ പേരിൽ ഷൈബത്തുൽ ഹംദ്, ഫയ്യാൽ ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അദ്ദേഹം മക്കക്കാർക്കിടയിൽ അറിയപ്പെടാനും തുടങ്ങി. മലമുകളിൽ കയറി ചെന്ന് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട് മുത്തഈം എന്നും അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചു. ഒട്ടകത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള നെയ്യ് നിറഞ്ഞ മാംസവും കരളുമായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് ധാരാളമായി വിതരണം ചെയ്തിരുന്നത്. അബ്ദുൽ മുത്തലിബ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഖുറൈശികളിൽ മാത്രമല്ല അറേബ്യൻ പ്രദേശത്തൊക്കെയും മഹത് വ്യക്തിയായിട്ട് അദ്ദേഹം മാറുകയാണ്. അന്നത്തെ അറബ് നാടുകളിലുള്ള രാജാക്കന്മാർക്കിടയിൽ ഉന്നത സ്ഥാനം ലഭിച്ചു. പേരുകേട്ട വ്യക്തിയായി അദ്ദേഹം മാറി. രാജാക്കളെയും ഭരണാധികാരികളെയും കാണാനുള്ള ഏത് ദൗത്യ സംഘത്തിലും അറബികൾ അബ്ദുൽ മുത്തലിബിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അയച്ചിരുന്നു. സഹോദരങ്ങളെ, അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചരിത്രത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിലൊന്ന് സംസം കിണറുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമക്കും അദ്ദേഹത്തിൻ്റെ മാതാവായ ഹാജറ ബീവിക്കും കനിഞ്ഞു നൽകിയ ഉറവയാണ് സംസം വെള്ളം. മക്കയിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ആ സംസം കിണർ മൂടിപ്പോവുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയും ചെയ്തപ്പോൾ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന് ചാരെ ഹിജറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഒരാൾ വന്ന് സംസം കുഴിക്കാൻ പറയുന്നതായി സ്വപ്നം കണ്ടു. കഅബയുടെ വാതിലിൻ്റെ ഇന്ന ഭാഗത്തുള്ള സ്ഥലത്താണ് സംസം വെള്ളമുള്ളത് എന്ന് ആ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് അറിയിക്കപ്പെട്ടു. അബ്ദുൽ മുത്തലിബിന് ഈ കാര്യം വളരെ വ്യക്തമാവുകയും സംസം കിണറിൻ്റെ സ്ഥലം ശരിയായ നിലക്ക് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തൻ്റെ മകൻ ഹാരിസിനെയും കൂട്ടി ആ ഭാഗം കിളക്കുകയും അങ്ങനെ സംസത്തിൻ്റെ യഥാർത്ഥ ഉൾഭാഗം വെളിവാകുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബ് അന്നേരം ആവേശം കൊണ്ട് തക്ബീർ ചൊല്ലി എന്നാണ്. അബ്ദുൽ മുത്തലിബ് തൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബ്ദുൽ മുത്തലിബ്, ഇത് ഞങ്ങളുടെ പിതാവായ ഇസ്മായിലിൻ്റെ കിണറാണ്, ഞങ്ങൾക്കും അതിൽ അവകാശമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെയും ഇതിൽ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അബ്ദുൽ മുത്തലിബ് അതിന് സമ്മതിച്ചില്ല. ഇത് എനിക്ക് പ്രത്യേകമാക്കപ്പെട്ടതാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അബ്ദുൽ മുത്തലിബ് അന്നേരം മറുപടി പറഞ്ഞു. എന്നാൽ ഖുറൈശികൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് തർക്കിക്കാൻ വന്നപ്പോൾ അബ്ദുൽ മുത്തലിബിനും മകൻ ഹാരിസിനും ആ സമയത്ത് അവരെ നേരിടാൻ സാധിച്ചില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു നേർച്ച നേർന്നു. അള്ളാഹുവേ, എനിക്ക് 10 ആൺമക്കളെ നീ നൽകുകയും അവർ ഖുറൈശികളെ തടയാൻ പ്രായമാവുകയും ചെയ്താൽ അതിലൊരു മകനെ കഅബക്ക് സമീപത്ത് വെച്ചുകൊണ്ട് ഞാൻ അറക്കുമെന്ന് അദ്ദേഹം നേർച്ച ചെയ്തു. അബ്ദുൽ മുത്തലിബിൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികൾക്ക് പുറമെ 10 ആൺകുട്ടികളെ നൽകി. ഹാരിസ്, സുബൈർ, അബൂലഹബ്, മുഖവ്വിം, ദൊറാർ, അബൂ താലിബ്, ഹജൽ,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ള, ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു ആ മക്കൾ. 6 പെൺകുട്ടികളാണ് അബ്ദുൽ മുത്തലിബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് പുറമെ നൽകിയത്. ഉമ്മു ഹക്കീം, ആത്തിക്ക, ഉമൈമ, അർവ, ബറ, സഫിയ എന്നിവരായിരുന്നു ആ 6 പെൺമക്കൾ. അതിൽ മൂത്ത മകളായ സഫിയ റളിയല്ലാഹു അൻഹ മാത്രമാണ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അബ്ദുൽ മുത്തലിബിൻ്റെ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയപ്പോൾ ആ പിതാവ് തൻ്റെ നേർച്ചയെക്കുറിച്ച് ആ 10 മക്കളെയും അറിയിച്ചു. എന്നിട്ട് അതിലാരെയാണ് ബലി നൽകേണ്ടത് എന്ന കാര്യം തീരുമാനിക്കാൻ അദ്ദേഹം മക്കൾക്കിടയിൽ നറുക്കിട്ടപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുള്ള എന്ന മകനാണ് ആ നറുക്കു വീണത്. അബ്ദുൽ മുത്തലിബ് തൻ്റെ മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് കത്തിയുമായി കഅബയുടെ സമീപത്തേക്ക് അടുത്തു നീങ്ങിയപ്പോൾ ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു. അന്നേരം അബ്ദുൽ മുത്തലിബ് അവരോട് ചോദിച്ചു, എൻ്റെ നേർച്ച ഞാൻ എന്തു ചെയ്യും? അതിനവർ നൽകിയ മറുപടി, ഒരു ഭാഗത്ത് അബ്ദുള്ളയെയും മറുഭാഗത്ത് 10 ഒട്ടകങ്ങളെയും വെച്ചുകൊണ്ട് നിറക്കിടണം. എന്നിട്ട് അബ്ദുള്ളക്കാണ് നിറക്ക് വീഴുന്നത് എങ്കിൽ വീണ്ടും 10 ഒട്ടകങ്ങൾ അതിലേക്ക് കൂടുതലായി ചേർത്തുകൊണ്ട് വീണ്ടും നിറക്കിടണം. അങ്ങനെ അവരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ആവർത്തിച്ച് നിറക്കിട്ടുകൊണ്ടിരുന്നു. അബ്ദുള്ളയുടെ പേരാണ് ആദ്യമൊക്കെ ആ നിറക്കിൽ വീഴുന്നത്. അങ്ങനെ ഒട്ടകങ്ങൾ 10 ചേർത്തുകൊണ്ട് 100ഓളം എത്തിയപ്പോൾ ഒട്ടകങ്ങൾക്ക് നിറക്ക് വീഴുകയും അങ്ങനെ ആ 100ഓളം ഒട്ടകങ്ങളെ അബ്ദുള്ള എന്ന മകന് പകരമായിക്കൊണ്ട് പ്രായശ്ചിത്തമായിക്കൊണ്ട് അദ്ദേഹം അറുക്കുകയും ചെയ്തു. ഈ പ്രായശ്ചിത്തം ആദ്യമായി നടപ്പിൽ വരുത്തിയത് അബ്ദുൽ മുത്തലിബാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവം അത് ആനക്കലഹ സംഭവമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അറബികളുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ആ സംഭവം? അബിസീനിയയിലെ രാജാവായ നജാഷിയുടെ യമനിലെ ഒരു പ്രതിനിധിയായിരുന്നു അബ്രഹത്ത്. അന്നത്തെ യമൻ അത് അബിസീനിയയുടെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. ജനങ്ങൾ മക്കയിലെ കഅബയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അവിടെ ഹജ്ജ് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ട അബ്രഹത്ത് കഅബക്ക് പകരം യമനിൽ ഒരു ആരാധനാ മന്ദിരം ഉണ്ടാക്കാനും എന്നിട്ട് ജനങ്ങളെ മുഴുവൻ അങ്ങോട്ട് ശ്രദ്ധ തിരിക്കാനും വേണ്ടി അയാൾ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ അയാൾ ഹുല്ലൈസ് എന്ന പേരുള്ള ഒരു ആരാധനാലയം ഉണ്ടാക്കി. അബ്രഹത്ത് ചെയ്ത ഈ ഒരു പ്രവർത്തനം ബനു കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അറിയുകയും അദ്ദേഹം ഒരു രാത്രി യമനിൽ ചെന്ന് ആ ആരാധനാലയത്തിൻ്റെ ചുമരുകളിൽ മാലിന്യം വാരിത്തേച്ച് അത് വൃത്തികേടാക്കി. ഈ വിവരമറിഞ്ഞ അബ്രഹത്ത് കോപാകുലനായിക്കൊണ്ട് മക്കയിലേക്ക് കടന്നു വരാനും അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ജനങ്ങൾ ആദരിക്കുന്ന ആ കഅബാലയം അത് തകർത്ത് കളയാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. എന്നിട്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ വലിയ ഒരു സൈന്യവുമായി അയാൾ മക്കയുടെ നേരെ പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഒരു കൂട്ടം ആനയും അതിലുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അബ്രഹത്തും സൈന്യവും മുന്നോട്ട് നീങ്ങി അറഫയുടെ അടുത്ത് ഏതാണ്ട് മക്കയിൽ നിന്ന് 20 കിലോമീറ്റർ അടുത്തുള്ള മുഹമ്മസ് വരെ എത്തി. അവിടെ വെച്ച് ഖുറൈശികളുടെ പല സ്വത്തുക്കളും അവർ കവർന്നെടുത്തു. അതിൽ അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ഖുറൈശികളുടെ നേതാവ് എന്ന നിലക്ക് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അയാളുമായി സംസാരിക്കാൻ ശ്രമിച്ചു. താങ്കൾ എന്തിനാണ് വന്നത്? താങ്കൾക്ക് എന്താവശ്യമാണ് ഉള്ളത് എന്ന് അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി, നിങ്ങൾ പിടിച്ചെടുത്ത എൻ്റെ 200 ഒട്ടകങ്ങളെ എനിക്ക് തിരിച്ചു വേണമെന്നാണ്. ഇത് കേട്ട അബ്രഹത്ത് തിരിച്ചു പറയുന്നത്, താങ്കളെ ആദ്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് താങ്കളോട് ബഹുമാനമാണ് തോന്നിയത്. പക്ഷേ നിങ്ങൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ എനിക്ക് താങ്കളോട് വെറുപ്പാണ് തോന്നുന്നത്. കേവലം 200 ഒട്ടകത്തിൻ്റെ വിഷയത്തിലാണോ താങ്കൾ എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്? ഞാൻ തകർക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും ഒക്കെ ആരാധനാ കേന്ദ്രമായ കഅബയാണ്. അതിനെക്കുറിച്ചൊന്നും താങ്കൾക്ക് എന്നോട് സംസാരിക്കാനില്ലേ എന്ന് അബ്രഹത്ത് ചോദിച്ചു. ആ ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബ് നൽകിയ മറുപടി വളരെ ശക്തമുള്ളതായിരുന്നു. ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ അത് ഞാനാണ്. എന്നാൽ നിങ്ങൾ പൊളിക്കാൻ പോകുന്ന ആ കഅബയുടെ ഉടമസ്ഥൻ അത് അള്ളാഹു ആണ്. അത് അവൻ സംരക്ഷിച്ചു കൊള്ളും എന്ന് അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു. അന്നേരം അഹങ്കാരത്തോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി അബ്രഹത്ത് പറഞ്ഞു, അത് അസാധ്യമാണ്, ആർക്കും എന്നെ തടയാൻ സാധിക്കുകയില്ല. ഈ സംസാരങ്ങൾക്കൊടുവിൽ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളെ തിരിച്ചു കൊടുത്തു. അന്നേരം ആ ഒട്ടകങ്ങളെ തിരിച്ചു കിട്ടിയപ്പോൾ അവയുടെ കഴുത്തിൽ ബലിക്കുള്ള അടയാളം കെട്ടിത്തൂക്കിക്കൊണ്ട്
അബ്ദുൽ മുത്തലിബ് ആ ഒട്ടകങ്ങളെ മുഴുവൻ ഹറമിലേക്ക് വിട്ടയച്ചു. എന്നിട്ട് മക്കക്കാരായ ആളുകളോട് മുഴുവൻ മലയിടുക്കുകളിലേക്കും മറ്റുമൊക്കെയായി അബ്രഹത്തിൻ്റെ സൈന്യത്തിൽ നിന്ന് അഭയം പ്രാപിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. അതിനുശേഷം അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുത്ത് ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്തു. ഈ സമയം അബ്രഹത്ത് തൻ്റെ സൈന്യത്തെ ഇളക്കി വിട്ടുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കങ്ങൾ നടത്തി. എന്നിട്ട് താൻ സഞ്ചരിക്കുന്ന ആനയെ മക്കയിലേക്ക് തിരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ആന അങ്ങോട്ടും നീങ്ങാതെ മുട്ടുകുത്തി. ശക്തിയായി ആ ആനയെ അടിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ ആ ആനയെ യമനിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ അത് അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. വീണ്ടും മക്കയിലേക്ക് തിരിച്ചപ്പോൾ പഴയതുപോലെ തന്നെ ആ ആന മുട്ടുകുത്തി. ഈ സന്ദർഭത്തിലാണ് അബാബീൽ എന്ന പക്ഷികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നിയോഗിക്കുന്നത്. കടലമണിയോളം വലുപ്പമുള്ള തീക്കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞ് ആക്രമണം നടത്തി. ആ ഏറുകൊണ്ടവരെല്ലാം ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോലെ ആയിക്കൊണ്ട് മരിച്ചു വീഴുകയും ചെയ്തു. ആ ഏറ് ബാധിക്കാത്ത ആളുകളെല്ലാം തിരിഞ്ഞോടുകയും ആ സങ്കടകരമായ നാശവും സൈന്യത്തിൻ്റെ തിരിഞ്ഞോട്ടവും കാണാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിനെ ബാക്കിയാക്കുകയും അതിനുശേഷം അബ്രഹത്തിന് ഒരു പ്രത്യേകതരം രോഗം ബാധിച്ചുകൊണ്ട് ഓരോ വിരലുകളും മുറിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. അബ്രഹത്ത് തിരിച്ച് യമനിലെ സന്നായിലെത്തിയപ്പോഴേക്കും അയാൾ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആയിത്തീർന്നു എന്ന്. അങ്ങനെ ഹൃദയം പൊട്ടിത്തകർന്ന് ഒടുക്കം വളരെ നീചമായ മരണം വരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് അഹങ്കാരിയായ അബ്രഹത്ത് എത്തിപ്പെട്ടു. ഈ മഹാസംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഖുർആനിലെ 105-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫീൽ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? വ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ പക്ഷികൾ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി എന്ന്. ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് അബിസീനിയക്കാരെ മക്കയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓടിക്കുകയും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ അവർക്ക് ബാധിക്കുകയും ചെയ്തപ്പോൾ അറബ് സമൂഹത്തിൽപ്പെട്ടവർ പിന്നീട് ഖുറൈശികളെ കൂടുതലായി ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങി. ഇവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അള്ളാഹു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്നൊക്കെയുള്ള ഒരു ചിത്രം പരക്കെ സ്വീകരിക്കപ്പെട്ടു. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു അവരെ മോചിപ്പിച്ചത് കൊണ്ട് തന്നെ കഅബാലയത്തിൻ്റെ മഹത്വം അവർക്കിടയിലെല്ലാം വർദ്ധിച്ചു. ക്രിസ്തുവർഷം 571 മുഹറം മാസത്തിലാണ് ഈ ആനക്കലഹ സംഭവം നടക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ ഏതാണ്ട് 1.5 മാസം മുമ്പായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമായിരുന്നു ഈ ഒരു സംഭവം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.